നമുക്കറിയില്ല. ഷഫീദ്, ഇപ്പോ ഉമേഷ് ബാലകൃഷ്ണൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഈ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ നമ്മുടെ പ്രതിനിധി തന്നെ ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് ഈ കോൺഗ്രസുകാരുടെ പ്രകോപനം? നമ്മളൊരു കുടുംബത്തിന്റെ സങ്കടം, അവരുടെ മകൻ 16 വയസ്സുകാരനായ മകന്റെ മരണം അതെങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ഇത്ര കാലം ഈ അറിയാവുന്ന സുഹൃത്ത് ഈ സംഭവം അറിഞ്ഞിരുന്ന, അല്ലെങ്കിൽ മരിച്ചത് തങ്ങളുടെ മകനാണെന്ന്, അല്ലെങ്കിൽ അവന്റെ സുഹൃത്താണ് മാർച്ച് 5-ന് മരിച്ചതെന്ന് അറിയാമായിരുന്ന സുഹൃത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് വ്യക്തമാകണമെന്ന് മാത്രം പറഞ്ഞതിന് ആ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്താണ് സങ്കടം, എന്താണ് ഛേദം നമ്മുടെ ആ വാർത്താ റിപ്പോർട്ടിങ്ങിൽ? DCC ഭാരവാഹി അഡ്വക്കേറ്റ് അനിൽകുമാർ അടക്കമുള്ളവരാണ് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത്. അതായത് ഇവിടെ വന്ന് നിന്ന് അദ്ദേഹം കാത്തു നിന്ന് പോലും അദ്ദേഹത്തെ നമ്മൾ കുടുംബക്കാരുടെ ഈ വരുന്ന ആൾ ആണ് ഒരാൾക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് ആദ്യം മർദ്ദിച്ച ആൾ. നിങ്ങളുടെ പേരെന്താണ്? മനസ്സില്ല പറയാം. ഇയാളാണ് ആദ്യം മർദ്ദിച്ചത്. ഇയാൾ അതിനുശേഷം DCC ജനറൽ സെക്രട്ടറി അനിൽകുമാർ തൊട്ട് സമീപത്തുണ്ട്. ഇവരുടെ ആൾക്കാർ തന്നെയാണ് ചുറ്റുമുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് വിടില്ല എന്ന് പറഞ്ഞ് നിർത്തിക്കുകയാണ്. ഇവർ പറയുന്നത് ഇവരിവിടെ വന്നു രാത്രി കുടുംബത്തിൻ്റെ ബൈറ്റല്ല എടുക്കേണ്ടത്, പകരം കുടുംബത്തിൻ്റെ ബൈറ്റല്ല ഇവരുടെ ബൈറ്റാണ് എടുക്കേണ്ടത്. ഇവരുടെ ബൈറ്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ മർദ്ദിക്കുമെന്ന് പറഞ്ഞിട്ടാണ് റോഡിലിറങ്ങി നമ്മളെ ക്യാമറാമാനെ അടക്കം വളഞ്ഞിട്ട് മർദ്ദിച്ചത്. ഈ ക്യാമറ നമ്മളെല്ലാ ദൃശ്യങ്ങളും ഉണ്ട്, ആ ദൃശ്യങ്ങളടക്കം എടുത്ത് വളഞ്ഞിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം നമ്മളിപ്പോൾ നമ്മുടെ കാറ് തടഞ്ഞു വെച്ചേക്കാണ്. കാറ് തടഞ്ഞ് നിങ്ങൾ അനിൽകുമാർ അല്ലേ? അനിൽകുമാർ എന്താ പറഞ്ഞ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? അനിൽകുമാർ നമ്മൾ എന്താ ഇപ്പോൾ പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ ഒരു 16 വയസ്സുകാരൻ മർദ്ദിച്ചതിന്റെ കാര്യം പറയും. ഞാൻ ആരെയും മർദ്ദിച്ചിട്ടുണ്ട്? മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളുണ്ട്. ഇല്ല, ഞാൻ ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനെയാണ് മർദ്ദിച്ചത്. അദ്ദേഹം പറഞ്ഞതിന്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അതായത് നമ്മൾ ദൃശ്യങ്ങൾ എന്താണ് ഏറിപ്പോയതെന്ന് കൃത്യമായി അറിയാവുന്നതാണ്. അതായത് ഒരു ദാരുണമായ സംഭവം. ആ കുട്ടിയുടെ അച്ഛൻ്റെ ബൈറ്റ് നമ്മൾ എടുക്കുന്നു, പിതാവിൻ്റെ ബൈറ്റ് എടുത്ത് നമ്മൾ വാർത്ത വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകന് ഈ പ്രതികരണം തന്നേ പറ്റൂ. അദ്ദേഹം കുറേ നേരം കാത്തിരുന്നതാണ്. എൻ്റെ പ്രതികരണം എടുക്കാതെ ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ മാന്യ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. അതിനുശേഷം നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാവരുടെയും എടുക്കാം. അപ്പോൾ ആദ്യം വന്നത് ഇവിടുത്തെ പ്രാദേശിക വാർഡ് മെമ്പറാണ്. വാർഡ് മെമ്പറിൻ്റെ പ്രതികരണം നമ്മൾ എടുത്തു. വാർഡ് മെമ്പറിൻ്റെ പ്രതികരണം എടുത്തപ്പോൾ വാർഡ് മെമ്പർ ഇതിലൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ പ്രതികരണം എടുക്കണമെന്ന് പറഞ്ഞാൽ അതിനുശേഷമാണ് അസഭ്യ വർഷം തുടങ്ങുന്നത്. ക്യാമറമാനെ വളഞ്ഞിട്ട് മർദ്ദിച്ചു. എൻ്റെ ക്യാമറാമാൻ്റെ ഹെഡ്സെറ്റ് അടക്കം വലിച്ചു പൊട്ടിച്ചു. അതിനിടയിൽ നാട്ടുകാരടക്കം എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് ഇപ്പോഴെങ്കിലും ചോദിക്കൂ. ഒരു മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ആരോപണത്തിൽ ഇങ്ങനെ ക്രെഡിറ്റ് തർക്കം. ഞങ്ങൾ ആരും പേടിച്ചു പോകുന്ന ആളുകളല്ല. തേക്കട നടന്ന സംഭവം നിങ്ങൾ കേൾക്കണം. തേക്കട നടന്ന സംഭവം ഒരു 16 വയസ്സുകാരനായ അതായത് അനാസ്ഥ കൊണ്ട് മരണപ്പെട്ടു. നിങ്ങൾ പാദരാത്രി ചില ആളുകളെ ബസ്സിൽ വെള്ളം ഊശാൻ ഇവിടെ വന്നാൽ, അതായത് നമ്മൾ എന്ത് വാർത്തയാണ് ഇവിടെ അതായത് ഇത്രയും സമയം ഇവിടെ നിന്നിട്ട് പിന്നെ മറ്റൊരു നിങ്ങൾ അല്ലല്ല, നിങ്ങൾ ഗുണ്ടായുസം കാണിക്കരുത്. ഇവിടെ നിങ്ങൾ വഹിക്കുന്നെങ്കിൽ അതായത് ഈ ഗുണ്ടായി നമ്മൾ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ഇതാണ് അവസ്ഥ. അതായത് കോൺഗ്രസ് പ്രവർത്തകനെ നമ്മൾ കൊടുത്ത വാർത്ത എന്താണെന്ന് ഓണയറിൽ കണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരും മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും നാട്ടുകാരുമുണ്ട്. പക്ഷെ അവരുടെ ഒന്നും അഭിപ്രായം കേട്ടാതെ നിങ്ങൾ ചില ആളുകളുടെ മാത്രം. ഉമേഷ്, അഭിജിത്ത് എന്ന് പറഞ്ഞ 16 വയസ്സുകാരന്റെ പിതാവാണ് പ്രതികരിച്ചത്. അവിടെ ഏത് ജനാധിപത്യ വിശ്വാസി, അവിടെ ഏത് കോൺഗ്രസ് നേതാവ്? ആ കുട്ടിയുടെ പിതാവല്ലേ കാര്യങ്ങൾ പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞത് ഇത്രയും ഇതല്ലല്ലോ പറയുന്നത്. കണ്ട, ഇതാണ് ഭീഷണി. അതായത് ക്യാമറ മാറ്റേണ്ടത്. അതായത് ഇദ്ദേഹത്തിന് പറയേണ്ടത് മാധ്യമധർമ്മം നടത്താൻ 24 ചാനൽ തയ്യാറാകാതെ നമ്മൾ എന്താ ഈ വാർത്ത പുറത്തുവിട്ടത് എന്റെ ഫേസ്ബുക്കിലായിരുന്നു. അതായത് അദ്ദേഹത്തിന് പബ്ലിസിറ്റി വേണം. അദ്ദേഹത്തിന് പബ്ലിസിറ്റി കൊടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്.